നമസ്കാരം. അതിദാരുണമായ സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു, കെട്ടിടം ഇടിഞ്ഞു വീണ്. ഈ ഒരു വിഷയത്തിൽ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്. അമേരിക്കയിൽ ടെക്സസിൽ പെട്ടെന്ന് പ്രളയമുണ്ടായി, മിന്നൽ പ്രളയമുണ്ടായി. 13 പേർ മരിച്ചു, 20 പേരെ കാണാനില്ല തുടങ്ങിയ വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയായാലും ശരി, അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 ആണ് എന്ന് ആഴ്ചയ്ക്ക് 14 പ്രാവശ്യം പറയുന്ന മുഖ്യമന്ത്രി തന്നെ അവനവന്റെ ചികിത്സയ്ക്കായി അമേരിക്കയിലെ മയോ ക്ലിനിക്ക് തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട ട്രോളുകളും വാർത്തകളും അതുപോലെ വിശദീകരണങ്ങളും ഒക്കെ ധാരാളം വരുന്നുണ്ട്, ക്യാപ്സൂളുകളും വരുന്നുണ്ട്. ഇതിപ്പോൾ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇതിനു മുൻപ് കോഴിക്കോട് ആശുപത്രിയിൽ അവിടെ അഗ്നിബാധയുണ്ടായ 5 പേർ മരിച്ചിരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഈ കെട്ടുകാര്യസ്ഥത കൊണ്ട്, അനാസ്ഥ കൊണ്ട് ഒക്കെ തന്നെ ഉണ്ടായതായുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ റജിമോൻ കുട്ടപ്പൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിപ്പോൾ യുപിയിലായിരുന്നെങ്കിൽ, ബീഹാറിലായിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നടന്നിരുന്നു എങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അതെങ്ങനെ ആഘോഷിക്കുമായിരുന്നു, എങ്ങനെ ഇപ്പം അവിടുത്തെ കെടുകാര്യസ്ഥത തന്നെ. അവിടെ ഓക്സിജൻ കിട്ടാതെയും ആശുപത്രി സൗകര്യങ്ങളില്ലാതെയും കുട്ടികളടക്കം മരിക്കുന്ന വാർത്തകൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അനാസ്ഥ തന്നെ. പക്ഷേ അതിനെ ഒരുതരം ആഘോഷമാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് മാധ്യമങ്ങൾ എത്തുമായിരുന്നു എന്നാണ് റജിമോൻ വിലയിരുത്തുന്നത്. ഇതേ 5 പേരും മരിച്ചത് യുപിയിലോ ബീഹാറിലോ ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായിരുന്നു ബഹളം ഉണ്ടായേനെ? സർക്കാർ ആശുപത്രി കണ്ടോ? യുപിയിലെ നിലവാരം എന്താണെന്ന് കണ്ടോ? അവിടെ പോയി ആശുപത്രി ചികിത്സയ്ക്ക് പോയാൽ പോലും നമ്മൾ മരിക്കുകയാണ്. കാരണം അവിടെ തീ പിടിക്കുകയാണ്, വെന്ത് മരിച്ചു. ഇനി അതിനെ കുറച്ച് ചിത്രങ്ങൾ തന്ന് ഇവിടെ ഇട്ട് നമ്മൾ വഷളാക്കിയാണ്. ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യ കൊച്ചിയിൽ, മറ്റൊരു മന്ത്രി കൊച്ചി, ചെന്നൈ, കോയമ്പത്തൂർ, അദ്ദേഹത്തിന്റെ ഭാര്യ എറണാകുളത്ത്, പാലക്കാട്, മറ്റൊരു മന്ത്രിയും ഭാര്യയും തിരുവനന്തപുരത്ത്, ഒരു മന്ത്രിയുടെ മകൻ കൊച്ചിയിൽ, ഒരു മുൻ മന്ത്രി അദ്ദേഹത്തിന്റെ അമ്മ, ഭാര്യ, മകള് തിരുവനന്തപുരത്ത്. ഇതിനെല്ലാം പുറമെയാണ് മുഖ്യമന്ത്രി ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ പോകുന്നത്. അതുകൂടാതെ അവിടെ അമേരിക്കയിൽ പോയി മായോ ക്ലിനിക്കിൽ പോകുന്നത്. വിനു, ആരെയാണ് ഇവർ ഈ പറഞ്ഞ് പറ്റിക്കുന്ന കേരള നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട്? മറക്കില്ല റജിമോനെ, ഈ ടൈം സ്ക്വയറിലെ, അമേരിക്കയിലെ ടൈം സ്ക്വയറിലെ ആ ഇരുമ്പ് കസേരയും നവകേരള ബസ്സും മരിച്ചാലും മറക്കില്ല. കോഴിക്കോട് തീ പിടിച്ചിട്ട് 5 പേര് മരിച്ചതിന് കാരണം എന്താ നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? അവർ പറഞ്ഞ കാരണം മാത്രമേ അറിയത്തുള്ളൂ, ഇത് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന്. ഇതേ 5 പേരും മരിച്ചത് യുപിയിലോ ബീഹാറിലോ ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായിരുന്നു ബഹളം ഉണ്ടായേനെ? സർക്കാർ ആശുപത്രി കണ്ടോ? യുപിയിലെ നിലവാരം എന്താണെന്ന് കണ്ടോ? അവിടെ പോയി ആശുപത്രി ചികിത്സയ്ക്ക് പോയാൽ പോലും നമ്മൾ മരിക്കുകയാണ്. കാരണം അവിടെ തീ പിടിക്കുകയാണ്, വെന്ത് മരിച്ചു. ഇനി അതിനെ കുറച്ച് ചിത്രങ്ങൾ തന്ന് ഇവിടെ ഇട്ട് നമ്മൾ വഷളാക്കിയാണ്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മളെ കയറ്റുന്നില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നമുക്കറിയാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൻ്റെ അവിടെ മാധ്യമങ്ങളെ അകത്ത് കയറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ അകത്ത് കയറരുത്, ഇത് ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഓൾ വെൽ, അതായത് അറബിയിലൊരു വാക്കുണ്ട്, ഞാൻ ഗൾഫിലുണ്ടാകുന്നതുകൊണ്ട് ഞാൻ പറയുന്ന കുല്ലു തമാം എന്ന് പറയും, അല്ല ഓൾ ഇസ് വെൽ, ഓൾ ഇസ് ഓക്കെ. ഇവിടെ എല്ലാം കുല്ലു തമാമാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും കുല്ലു തമാമാണ്. അങ്ങനെ കുല്ലു തമാമുമായിട്ട് അവിടെ അപകടം സംഭവിച്ചപ്പോൾ അവിടെ ആ കെട്ടിടം ഇടിഞ്ഞു വീണപ്പം അവിടെ 2 പേര് ആരുടെ ചാരി നിൽപ്പുണ്ടായിരുന്നു. അവരുടെ തോളത്ത് ഏതാണ്ട് പറ്റിയിട്ടേ ഉള്ളൂ. അവരെ ഞങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. അത് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചിരുന്നു. സൂപ്രണ്ട് ഇവിടെ ഈ സൂപ്രണ്ടിനൊക്കെ എന്തറിയാം? സൂപ്രണ്ട് എന്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് അറിയാവുന്നത്? അയാളൊരു സീനിയർ ഡോക്ടർ, അയാൾ അഡ്മിനിസ്ട്രേഷൻ സ്കിൽ എന്താണുള്ളത്? അയാൾക്ക് എന്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറിയാം? ജില്ലാ കളക്ടറായ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചാർജുള്ള ജില്ലാ കളക്ടർ കോട്ടയത്ത് ഈ അപകടത്തിന്റെ സ്ഥലത്ത് വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് വന്നത്. അദ്ദേഹം മറ്റെന്ത് പരിപാടിക്കാണ് പോയെന്നുള്ള വിനുവിനും എനിക്കും അറിയാം, കൃത്യമായിട്ട് അറിയാം ആരായിരുന്നു ആ കോട്ടയത്ത് ഉണ്ടായിരുന്നുള്ളതും. അവിടെ അതിന് വേണ്ടിയിട്ട് ഫയലുകൾ നീക്കാൻ വേണ്ടി പുള്ളി പോയതാണ്. ഒരാൾ മരിച്ചിട്ട് പോലും 5 മണിക്ക് ശേഷമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചാർജുള്ള കോട്ടയം ജില്ലാ കളക്ടർ. 2018 പ്രളയത്തിന്റെ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ നാട്ടുകാർ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ മറ്റേ മരുന്നും പഞ്ഞിയില്ലെന്ന് പറഞ്ഞ് കരയരെന്ന് പറഞ്ഞ് സജി ചെറിയാനെ പോലും വെള്ളത്തിൽ നിന്ന് കയറ്റി കയറ്റി നിർത്തിയത് മത്സ്യത്തൊഴിലാളികളാണ്. ആ ബോട്ടിൽ പോയിന്റ് വീഡിയോ പോലും എൻ്റെ ഇരിപ്പുണ്ട്. 2020 കോഴിക്കോട്ടിലെ എയർ ക്രാഷ്, ആ എയർ ക്രാഷിൽ കോഴിക്കോടുള്ള ആൾക്കാർ, അവിടെ ഉണ്ടായിരുന്ന എയർപോർട്ടിൻ്റെ ആൾക്കാർ പോയതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടന്നത്. ഇനി 2024 വയനാട് ദുരന്തം, അവിടെ നാട്ടുകാർ കച്ചകെട്ടി ഇറങ്ങിയത് കൊണ്ടാണ് മരണസംഖ്യ കുറഞ്ഞത്. ഇനി 2025 ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന ഈ അപകടത്തിൽ ഈ മന്ത്രി അവിടെ വന്നിട്ട് ഇത്തരത്തിലൊരു ഇമ്മച്ചുറായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാതെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്കൊന്ന് അന്വേഷിക്കാം, പോയി നോക്കാം, ഫയർഫോഴ്സിനെ വിളിക്കട്ടെ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കട്ടെ എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തിരുന്നെങ്കിൽ അവിടെയുള്ള രോഗികളായുള്ള കൂട്ടിരിപ്പുകാർ വന്നിട്ടുള്ളവരും അവിടെയുള്ള പോലീസും സെക്യൂരിറ്റി ഗാർഡും ആ 2 കല്ലെങ്കിലും പെറുക്കി മാറ്റി നോക്കിയതിനെ ബിന്ദുവിനെ ഇറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിന്ദുവിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിപ്പോൾ വാസവൻ പറഞ്ഞ് ഞങ്ങൾ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അകത്തൂടെയൊക്കെയാണ് വണ്ടി കൊണ്ടുപോയി രക്ഷിച്ചത്, അതുകൊണ്ടാണ് താമസം വന്നത്. വിനു ഓർക്കണം, സ്കൂളിലേക്കും മറ്റേ 1 കോടിയുടെ മറ്റേ മ്യൂസിയം ആക്കാൻ വെച്ചിരുന്ന ബസ് ഓർമ്മയുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ നവകേരള സഭയുടെ ബസ്, ആ 1 കോടി മ്യൂസിയം, ആ മ്യൂസിയം ബസ് സ്റ്റേജിന്റെ അടുത്ത് വരെ എത്തുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു സ്കൂളിന്റെ മതിലിടിച്ച സർക്കാരാണ് ഈ സർക്കാർ.
ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മതിലിടിച്ച് ആ ബസ്സിനെ സ്കൂളിന്റെ സ്റ്റേജിന്റെ അടുത്ത് വരെ എത്തിച്ച് മുഖ്യമന്ത്രി അതിനകത്ത് മറ്റേ ലിഫ്റ്റിൽ കയറ്റി നിർത്തി വെച്ച സർക്കാരാണ് ഒരു ആശുപത്രിക്കകത്ത് JCB ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിലേ കൊണ്ടുപോയി ഇതിലേ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്നത്. ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യ കൊച്ചിയിൽ, മറ്റൊരു മന്ത്രി കൊച്ചി, ചെന്നൈ, കോയമ്പത്തൂർ, അദ്ദേഹത്തിന്റെ ഭാര്യ എറണാകുളത്ത്, പാലക്കാട്, മറ്റൊരു മന്ത്രിയും ഭാര്യയും തിരുവനന്തപുരത്ത്, ഒരു മന്ത്രിയുടെ മകൻ കൊച്ചിയിൽ, ഒരു മുൻ മന്ത്രി അദ്ദേഹത്തിന്റെ അമ്മ, ഭാര്യ, മകള് തിരുവനന്തപുരത്ത്. ഇതിനെല്ലാം പുറമെയാണ് മുഖ്യമന്ത്രി ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ പോകുന്നത്. അതുകൂടാതെ അവിടെ അമേരിക്കയിൽ പോയി മായോ ക്ലിനിക്കിൽ പോകുന്നത്. വിനു, ആരെയാണ് ഇവർ ഈ പറഞ്ഞ് പറ്റിക്കുന്ന കേരള നമ്പർ 1 എന്ന് പറഞ്ഞിട്ട്? വിനു, ഒരു കാര്യമുണ്ട്, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്രെഡൻഷ്യൽ വേണ്ട, അതായത് ഗ്രാവിറ്റിയുള്ള ഏറ്റവും കൂടുതൽ പ്രയത്നം വേണ്ട ഒരു 2 വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ വകുപ്പും ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിന് നമ്മുടെ അവസ്ഥ ആദ്യം മനസ്സിലാക്കുക. കേരളത്തിന്റെ ആരോഗ്യാവസ്ഥയും കേരളത്തിന്റെ വിദ്യാഭ്യാസ അവസ്ഥയും ഒക്കെ തന്നെ മനസ്സിലാക്കുക. നമുക്ക് പോരായ്മകളുണ്ട്, പക്ഷെ അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ എടുക്കുന്നതിൽ എന്തേ ഇത്ര കൃത്യവിലോപം? കാര്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ആർക്കും എന്തേ സാധിക്കാത്തത്? ഉദ്യോഗസ്ഥരുമായും വിവിധ വകുപ്പുകളുമായും ബന്ധപ്പെട്ട് കൃത്യമായി പരാതിയില്ലാത്ത പരാതി എവിടെയും ഉണ്ടാകും. പരാതികൾ കുറവായ ഒരു സംവിധാനം ആരോഗ്യ മേഖലയിലെങ്കിലും കൊണ്ടുവരാൻ, അത് മുമ്പോട്ട് വെക്കാനായിട്ട് സർക്കാർ ബാധ്യസ്ഥരല്ലേ? നമ്പർ 1 കേരളം, ആരോഗ്യ കേരളം എന്നൊക്കെ പറയാം, എഴുതാം, പരസ്യങ്ങൾ കൊടുക്കാം, PR വർക്ക് നടത്താം എന്നുള്ളതല്ലാതെ നമ്മളുടെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച്, നമ്മുടെ പൊതു ആശുപത്രികളിലെ അവസ്ഥയെക്കുറിച്ച്, ജനറൽ ആശുപത്രികളും ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും പ്രൈമറി ഹെൽത്ത് സെന്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും ഒക്കെ തന്നെ എന്തൊക്കെ അപര്യാപ്തതകളുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം പോലും നടത്താൻ ആരോഗ്യ വകുപ്പോ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനോ സർക്കാരോ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ വടക്കോട്ട് ക്യാമറയും വെച്ചിരിക്കുകയാണ്. UP യിൽ എന്ത് സംഭവിക്കുന്നു, ബീഹാറിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ ഇതുപോലെ ആശുപത്രിയിൽ ഓക്സിജൻ തീരുന്നുണ്ടോ, തീപിടുത്തം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. അതാണ് ശ്രീ റജിമോൻ ഈ ഒരു സംഭാഷണത്തിലൂടെ, ചർച്ചയിലൂടെ വിലയിരുത്തിയത്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.